പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബഹുമാന്യരായ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ദൈവസന്നിധി നമ്മൾ വിലപ്പെട്ടവരാണ്. നമ്മെ ഓരോ ദിവസവും പരിപാലിക്കുന്ന ദൈവത്തെ എല്ലാ വിശ്വാസയും കരുണയ്ക്കും വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമ്മുടെ ദൈവം വെറുക്കുന്ന അനവധി പാപങ്ങളുണ്ട്. അതിലൊരു പാപത്തെക്കുറിച്ച് ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. അപ്പോൾ ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒരു പാവമാണ്, ചെറിയ പാവമല്ല, ഏറ്റവും വലിയൊരു പാവമാണ് നിഗളമെന്നുള്ളത്. മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ നിഗള സ്വഭാവം ദൂതന്മാർക്ക് വന്നായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യ ഗ്രൂപ്പായ ലൂസിഫറും കൂട്ടരും നിഗളിച്ചു. അതുകൊണ്ട് ശിക്ഷ പ്രാപിച്ച് അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ട അനുഭവങ്ങൾ. പിന്നത്തേതിൽ അവരാണ് സാത്താനായി മാറിയത് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുക. അവർ നിഗള സ്വഭാവം കയറി വന്നു. അവരിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സിംഹാസനം, ആരേതാ? ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട, അവർ ചിറക് വിടർത്തുമ്പോൾ നാദൊഴുമ ഒഴുകുന്ന സമ്പൂർണരായ ആ ഗ്രൂപ്പ് പറയുക, ദൈവത്തിൻ്റെ സിംഹാസനം മീതെ ഞങ്ങളുടെ സിംഹാസനം വെക്കും, ഉത്തരഗിരിയായ സിയോൻ പദം ഞങ്ങളിരുന്ന് വാണരണം എന്ന് വെച്ചാൽ ദൈവത്തെയും കൂടെ ഭരിക്കും എന്നൊരു ചിന്തയിലേക്ക് അവർ നികളം കയറി വന്നു. അതുകൊണ്ട് അവർ ദൈവത്താൽ ശപിക്കപ്പെടാനും സാത്താൻ്റെ ഗ്രൂപ്പായി ഒരു പരിണമിക്കാനിടയായി. എല്ലാ കാലത്തുമുള്ള മനുഷ്യരിലും ഈ നിഗള സ്വഭാവം കിടപ്പുണ്ട്. ആ നിഗള സ്വഭാവം കൊണ്ട് ഒരുപാട് കഷ്ടതയിൽ കൂടെ കടന്നുപോയ അനവധി വ്യക്തികളെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കം ചില വ്യക്തിയുടെ കാര്യം ഓർപ്പിക്കട്ടെ. ഉസിയാവെ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരുവിധം നന്നായിട്ടൊക്കെ ജീവിച്ചു. പക്ഷെ ബലവാനായി മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിഗളിച്ചു. എന്നിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്, ആലയത്തിൽ പോയി പുരോഹിതന്മാർ ചെയ്യേണ്ട ചില ആത്മീയശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു. ചില പുരോഹിതന്മാരൊക്കെ വന്ന് ഇദ്ദേഹത്തെ വിലക്കി. പക്ഷേ ഇദ്ദേഹം അനുസരിച്ചില്ല, നിഗള സ്വഭാവം കയറി. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് പെട്ടെന്ന് ആലയത്തിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തെ ശരീരത്തിൽ കുഷ്ഠം പൊങ്ങി. കുഷ്ഠം പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും മുമ്പിൽ നിൽക്കാൻ പറ്റിയല്ല. ഇദ്ദേഹത്തെ പുറത്താക്കി. ഇങ്ങനെ ചില നാൾ കുഷ്ഠരോഗിയായി പാർത്ത് ഉസിയാവ് എന്ന് പറയുന്ന ആ രാജാവ് മരിച്ചു എന്നാണ് ബൈബിളിൽ ഇരിക്കുക. രണ്ടാമത്തെ ഒരു വ്യക്തിയെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവുണ്ട്. 25-ാമത്തെ വയസ്സിൽ രാജസ്ഥാനം ഏറ്റെടുത്തു. 29 വർഷം യഹൂദയിൽ രാജഭരണം നടത്തി. ദൈവത്തിൽ ഒരുപാട് വിടുതൽ പ്രാപിച്ച വ്യക്തിയാണ്. ഒരിക്കൽ തനിക്കെതിരെ ശത്രുക്കളെ കടന്നു വന്നു. ദൈവസ്ഥാനം പോയി പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായ മറുപടി നൽകി. മറ്റൊരു സമയത്ത് തനിക്ക് മാരകമായ രോഗം. പ്രവാചക ശേഷം യെശയ്യാവ് എന്ന് പറഞ്ഞ്, നീ മരിച്ചു പോകത്തേ ഉള്ളൂ, ഗ്രഹകാരി ക്രമത്തിലായിക്കൊള്ളണം. അതിനും ദൈവം പക കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആയുസിനോട് 15 വർഷം ദൈവം നീട്ടി നൽകി. ഇങ്ങനെ നീട്ടിക്കിട്ടി താൻ ആരോഗ്യവാനായി മാറിയപ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അവൻ്റെ ഹൃദയം നിഗളിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് യെരൂശലേമിൻ്റെ യഹൂദയുടെ നേരെ ദൈവത്തിൻ്റെ കോപം വന്നു. ഒരു വ്യക്തി നിഗളിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രമല്ല, അവൻ പാർക്കുന്ന ദേശത്തിനും കൂടെ ശാപമായി മാറും. എന്നാൽ ദൈവത്തിൻ്റെ ഈ ശാപം ജീവിതത്തിൽ വരുമെന്ന് കണ്ടപ്പോൾ അവരെ തന്നെ താഴ്ത്തി ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവ അനർത്ഥങ്ങൾ അവരെ വിടുവിച്ചതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയെത്രയോ ജീവിതങ്ങൾ നിഗളികളായി മാറിയിട്ട് അവരെല്ലാം ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി മാറിയ അനുഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് ഒരു വ്യക്തി നിഗളിക്കുന്നത്? സൗന്ദര്യം കൂടിയ നിഗളമുണ്ടാകും. അധികാരം കൂടുതൽ കിട്ടിയാൽ നിഗളം വരാം. ധനം അധികം വർദ്ധിച്ചാൽ നമ്മൾ നിഗളത്തിൽ കടന്നു പോകാം.
ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ നെഗളിച്ചു പോകുന്ന സാധ്യതയുണ്ട്. അതെല്ലാ മനുഷ്യനും ഉണ്ടെന്നേ. ആത്മീയ മണ്ഡലത്തിൽ ഇത് കൂടുതലാണ്. ഒരു കാലത്ത് ഒന്നുമില്ലായ്മ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി, ഇപ്പം ധനമായി, മാനമായി, ഉയർച്ചകളായി, പദവികളായി, നല്ല ശുശ്രൂഷകൾ കിട്ടി, നമ്മൾ അറിയാതെ കയറി വരുന്ന ഒരു അനുഭവമാണ് നികളവെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയല്ലേ ബാബേൽ രാജ്യത്തിന് സാമ്രാഷ്ട്രായിരുന്ന നെബൂഖദ്നേസർ സംഭവിച്ചത്? അദ്ദേഹം ഒരു ദിവസം ഉലാവിക്കൊണ്ടിരിക്കുക, ഉടനെ ഇദ്ദേഹം ചിന്തിക്കുക, ഇതെൻ്റെ ധനമാഹാത്മ്യത്തിനായി ഞാൻ പറഞ്ഞ മഹതിയാം ബാബിലോണാണ്. ഇങ്ങനെ പറഞ്ഞു നിഗളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദൈവത്തിൻ്റെ കോപം ജീവിതമേ കയറി വന്നു. 7 വർഷക്കാലത്തേക്ക് ഇദ്ദേഹം മൃഗ സ്വഭാവമുള്ളവനായി, മൃഗതുല്യനായി മാറി. ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇദ്ദേഹം രോമം വളരാൻ ആരംഭിച്ചു, നഖമെല്ലാം കഴുകയുടെ നഖം പോലെയായി, പുല്ല് തിന്നുന്ന ഒരു കാളയെപ്പോലെ ഇദ്ദേഹമായി മാറി. താൻ കാട്ടിലേക്ക്, രാജകൊട്ടാരത്തിൽ പറയുകയാണെന്ന് കാട്ടിലേക്ക് ഓടി. അവിടെ ഒരു മൃഗം ജീവിക്കുന്ന പോലെ 7 കൊല്ലം മഞ്ഞും നനഞ്ഞ് മഴയും നനഞ്ഞ് ഇങ്ങനെ ജീവിച്ചു. അവസാനം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മടങ്ങി വന്നു. അപ്പോഴൊരു കാര്യം മനസ്സിലായി, എല്ലാത്തിൻ്റെയും മീതെ ഒരു ദൈവമുണ്ട്. ഇത് ഭൂമിയിൽ പല നിഗളികളാണ്, അഹങ്കാരികളാണ്. ദൈവം വെറുക്കുന്ന കാര്യമാണ്. ദൈവ്യാഗ്രഹം ദൈവം വെറുക്കുന്നു, ദുർനടപ്പ് ദൈവം വെറുക്കുന്നു, വ്യഭിചാരം ദൈവം വെറുക്കുന്നു, വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന വലിയ പാവമാണ്. ഇങ്ങനെ എന്തെല്ലാം പാവങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിലുണ്ട്. അതിൽ ദൈവം ഏറ്റവും വെറുക്കുന്നൊരു പാവമാണ് ഞാൻ ഓർപ്പിച്ച നിഗളമെന്ന് പറയും. പ്രൗഢ കാണിക്കുക, അഹങ്കാരിയായി മാറുക, വാക്കിലും തൻ്റെ ഇടപെടലുമൊക്കെ ആ പ്രൗഢ സ്വഭാവം കാണിക്കും. ദൈവമക്കളെ അരുത്, അതൊരപകടമാണ്. നമ്മളിവിടെ വായിച്ചല്ലോ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്ക് ഒരു താഴ്മയുള്ള സ്വഭാവം, അത് ദൈവിക സ്വഭാവമാണ്. നമ്മുടെ കർത്താവ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തിൻ്റെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനെപ്പോലെയായി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ താഴ്മ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞത്, എൻ്റെ കുരിശെടുത്ത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്നെ നിങ്ങൾ അനുഗമിക്കണം. ദൈവമക്കളെ ഒരു നല്ല സ്വഭാവമാണ് താഴ്മയുള്ള സ്വഭാവം. ദൈവമക്കളെ, നമ്മളൊരു പക്ഷേ നമ്മൾ അറിയത്തില്ല നമ്മുടെ അഹങ്കാരിയാണോ നിഗളിയാണോ. നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ്. മറ്റുള്ളവർ കാണുമ്പോഴാണ് നമ്മുടെ സ്വഭാവം ഒരു അനാലൈസ് ചെയ്യുക. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയും? ആ വ്യക്തി ഒരു നിഗളി, അഹങ്കാരി, ദിവ്യാഗരി, ദുർനടപ്പുകാരൻ, ഇന്നൊക്കെയാണ് നമ്മളെക്കുറിച്ച് ജനം പറയേണ്ടത്. ഇനി ദൈവം നമ്മളെ നോക്കിയിട്ട് എന്താ പറയേണ്ടത്? ദൈവം നോക്കിയിട്ടും എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനെന്നും ദൈവത്തെ അനുസരിക്കുന്നവരെന്നും ദൈവസ്നേഹമുള്ളവരെന്നൊക്കെ ഒന്ന് പറയാനിടയായാലും എത്രയോ നല്ല കാര്യങ്ങളാണ്. നമ്മുടെ അനുഭവം ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ വരാനുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജഡം എപ്പോഴും പാപസ്വഭാവത്തിന് വളരെ ഇഷ്ടമുള്ളൊരു ജഡമാണ് നമുക്കുള്ളത്. ഈ ജഡത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. ഞാൻ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കാൻ ഞാനല്ല, കർത്താവ് എന്നിൽ ജീവിക്കുന്നത്. ഈ അനുഭവത്തിൽ ജീവിക്കുന്ന നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. അങ്ങനെ നമുക്കങ്ങ് ജീവിക്കാൻ തീരുമാനമെടുക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളെല്ലാം ഓർത്ത് ഞാൻ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. അനുഭവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരും സൗമ്യതയും താഴ്മയോടുകൂടെ ജീവിപ്പാൻ കൃപയൊരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ.